ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിൽ ആദ്യം 100 കോടി കാണിച്ചു തന്ന ലാലേട്ടൻ ഇപ്പോൾ നാലാമത്തെ 100 കോടിയിലെത്തിയിരിക്കുകയാണ്. തുടരും എന്ന സിനിമയിലൂടെ നാലാമത്തെ 100 കോടി നേടിയ ലാലേട്ടൻ തുടർന്നും ഒരുപാട് വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഗൈസ്, അപ്പോൾ ലാലേട്ടൻ്റെ ഇതുവരെ നേടിയ 400 കോടി, അത് എത്ര ദിവസം കൊണ്ടാണ് 100 കോടി നേടിയത്, ഏകദേശം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എത്ര കളക്ട് ചെയ്ത്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം 100 കോടി നേടിയ, ലാലേട്ടൻ്റെ എന്നല്ല, മലയാള സിനിമയിൽ തന്നെ ആദ്യം 100 കോടി നേടിയ ചിത്രമാണ് വൈശാഖ് സംവിധാനം ചെയ്ത 2016 പുറത്തിറങ്ങിയ പുലിമുരുകൻ ചിത്രം. അന്ന് ഇൻഡസ്ട്രി ഹിറ്റ് വിജയം നേടി കേരളത്തിൽ ഏറ്റവും ടോപ്പ് കളക്ഷൻ നേടിയ ചിത്രം കൂടിയാണ്. ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ മാത്രം 85 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 145 കോടി രൂപ ഫൈനൽ കളക്ഷനാണ് പുലിമുരുകൻ്റെ. 36 ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രം 100 കോടി കളക്ട് ചെയ്തത്. അടുത്തത് രണ്ടാമത്തെ 100 കോടി ലൂസിഫർ. മലയാള സിനിമയിലെ രണ്ടാമത്തെ 100 കോടി എന്നാണ് ലൂസിഫർ. 2019 പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ലൂസിഫർ ഏകദേശം 12 ദിവസങ്ങൾ കൊണ്ട് 100 കോടി കളക്ഷൻ നേടി. അതിൻ്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 129 കോടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് 100 കോടികളാണ്. അതിൻ്റെ അടുത്ത് പിന്നെ കൊറോണയൊക്കെ വന്ന്, പിന്നെ അതിന് ശേഷം കൊറോണയ്ക്ക് ശേഷമാണ് പിന്നുള്ള 100 കോടി വരുന്നത്. 2018 2023 2018 റിലീസ് ചെയ്യുന്നത്. 2018 100 കോടി 150 കോടിയൊക്കെ കടന്ന്, അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് 100 കോടികളൊക്കെ വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് 200 കോടിയും മലയാള സിനിമയിൽ വന്ന്. മഞ്ഞുമൽ ബോയ്സിൻ്റെ ഏകദേശം ഫൈനൽ കളക്ഷൻ 242 കോടി അങ്ങനെ എന്തോ ആണ് മഞ്ഞുമലിൻ്റെ. പിന്നെ അവിടുന്ന് രണ്ടാമത് അടുത്ത ലാലേട്ടൻ്റെ 100 കോടി എൻട്രിയാണ് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ ഏകദേശം 100 അല്ല 200 അല്ല 250 കോടിയും കടന്ന് കളക്ഷൻ പോയിരിക്കുന്നത്. എമ്പുരാൻ്റെ ഏകദേശം ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത് 262 കോടി രൂപയാണ്. എമ്പുരാൻ പ്രീസെയിൽ കളക്ഷൻ തന്നെ 50 കോടി രൂപ കഴിഞ്ഞതാണ്. ഫസ്റ്റ് ഡേ എമ്പുരാൻ കളക്ട് ചെയ്യുന്നത് വേൾഡ് വൈഡ് 67 കോടി രൂപയാണ്. 2 ദിവസം കൊണ്ടാണ് എമ്പുരാൻ 100 കോടി രൂപ കളക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ തുടരും എന്ന ചിത്രത്തിലൂടെ ലാലേട്ടൻ നാലാമത്തെ 100 കോടിയും നേടി. തുടരും ഏകദേശം 6 ദിവസം കൊണ്ടാണ് 100 കോടി കളക്ട് ചെയ്യുന്നത്. ഇപ്പോഴും ചിത്രം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ പറയാനായിട്ടില്ല. ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ ലാലേട്ടൻ്റെ ഏത് പടമാണ് കൂടുതൽ ഇഷ്ടമെന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഗൈസ്, തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. ഗൈസ്, ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.